തിരുവനന്തപുരം നഗരസഭയുടെ സിംഹാസനത്തിലിരുന്ന് താൻ പറയുന്നത് മാത്രമാണ് നിയമമെന്ന് കരുതിയ മുൻ മേയർക്ക് ഒടുവിൽ കാലം കാത്തുവച്ച തിരിച്ചടി അമ്പമ്പോ കാണാൻ കഴിയില്ല. ഇനി കേസും കൂട്ടവുമൊക്കെ ആയിട്ട് കോടതിയിൽ നിന്ന് ഇറങ്ങാൻ മേയർ അമ്മയ്ക്ക് സമയം കിട്ടില്ല. അതായത് തമ്പുരാട്ടിക്ക് വഴിമാറട എന്ന പഴയ നാട്ടുപ്രമാണത്വം പുതിയ കാലത്ത് പുറത്തെടുത്ത തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രനും സംഘത്തിനും ഒടുവിൽ കാലം കാത്തുവച്ചത് ഇരുട്ടടിയാണ്. സാധാരണക്കാരനായ ഒരു KSRTC ഡ്രൈവർ യദുവിനെ നടു റോഡിൽ തടഞ്ഞു നിർത്തി അഹങ്കാരം കാണിച്ച മേയർക്കും ഭർത്താവായ MLA സച്ചിൻ ദേവിനും ഇപ്പോൾ കോടതിയുടെ പിടി വീണിരിക്കുന്നു. പോലീസിനെ കൈക്കുള്ളിലാക്കി കേസ് ഒതുക്കാമെന്നും CCTV മെമ്മറി കാർഡ് അടിച്ചുമാറ്റി തെളിവ് നശിപ്പിക്കാമെന്നും കരുതിയവർക്ക് ജനുവരി 21-ാം തീയതി തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകാനായി നോട്ടീസ് അയച്ചിരിക്കുകയാണ് കോടതി. സഹാക്കളെ, നിയമം എല്ലാവർക്കും ഒന്നാണ്. അത് മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ സ്വാധീനമുണ്ടെന്ന് കരുതിയാലും പാർട്ടി സംരക്ഷിക്കുമെന്ന് കരുതിയാലും രക്ഷയില്ല. ഇത് അഴിമതിയുടെയും അഹങ്കാരത്തിന്റെയും ചീട്ട് കൊട്ടാരം തകർന്നു വീഴുന്നതിന്റെ ഒരു തുടക്കം മാത്രം. തിരുവനന്തപുരത്തെ ചുമപ്പുകോട്ട കാവിക്കോട്ടയായി മാറിയതിന് പിന്നിൽ ഈ മേയറുടെ പങ്ക് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് വിശദമായി തന്നെ അറിയാം. നമ്മൾ ഈ കേസിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് 2024 ഏപ്രിൽ 27 രാത്രി 10 മണിക്ക് തിരുവനന്തപുരം പാളയത്ത് നടന്ന ആ സംഭവം ഒന്ന് കൃത്യമായി മനസ്സിലാക്കണം. മേയറും കുടുംബവും സ്വകാര്യ കാറിൽ പോകുന്നു. ഒരു KSRTC ബസ് തങ്ങൾക്ക് സൈഡ് തന്നില്ല എന്ന നിസ്സാര കാരണത്തിന് ഒരു ഗുണ്ടാ സംഘത്തെ പോലെയൊക്കെ ബസ്സിന് കുറുകെ കാറിട്ട് തടഞ്ഞു വെക്കുകയാണ്. എത്രയോ വർഷങ്ങളായിട്ട് വെയിലും മഴയും ഒക്കെ ഏറ്റ് റോഡിൽ പണിയെടുക്കുന്ന യദു എന്ന ഡ്രൈവറെ അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അന്ന് മേയറുടെ കൂടെ ഉണ്ടായിരുന്ന ഭർത്താവ് സച്ചിൻ ദേവ് MLA ഏത് അധികാരത്തിന്റെ ഫലത്തിലാണ് അല്ലെങ്കിൽ ഏത് അധികാരത്തിന്റെ പേരിലാണ് ഒരു പൊതുഗതാഗത വാഹനത്തിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറി ഡ്രൈവറെ വിരട്ടിയത്? ഒരു KSRTC ബസ് എന്നാൽ അത് പൊതുമുതലാണ്, എന്റെയും നിങ്ങളുടെയും എല്ലാമാണ്. ഒരു KSRTC ബസ് അതൊരു സർക്കാർ വാഹനമാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അതിൽ യാത്ര ചെയ്യുന്ന സാധാരണക്കാരുടെ സമയവും സുരക്ഷയും അവഗണിച്ചുകൊണ്ടാണ് സ്വന്തം ഈഗോ തീർക്കാൻ വേണ്ടി മേയർ ആ കളി കളിച്ചത്. ഇതാണ് നിങ്ങൾ പറയുന്ന ജനകീയ ഭരണം. ഈ കേസിൽ തുടക്കം മുതൽ കണ്ടത് പോലീസിന്റെ നാണം കെട്ട ഒത്തുകളിയാണ്. ഡ്രൈവർ യദു പരാതി നൽകാൻ ചെന്നപ്പോൾ ആ പരാതി വാങ്ങി ചവറ്റുകുട്ടയിലേക്ക് എറിയാനാണ് കണ്ടോൺമെന്റ് പോലീസ് അന്ന് നോക്കിയത്. പോലീസിനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. മേയറൂട്ടിക്ക് പിടിപാടങ്ങ് മുഖ്യന്റെ വീട്ടിലെ അടുക്കള വരെ ഉണ്ടല്ലോ. ഒടുവിൽ കോടതിയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടായപ്പോൾ മാത്രമാണ് പോലീസ് ഒരു FIR ഇടാൻ പോലും തയ്യാറായത്. പക്ഷെ അന്വേഷണം പൂർത്തിയായപ്പോൾ പോലീസ് എന്താണ് ചെയ്തത്? പ്രധാന പ്രതികളായ മേയറെയും MLAയും ഒക്കെ സുന്ദരമായിട്ട് അങ്ങ് ഒഴിവാക്കി വിട്ടു. കേസ് തേച്ചു വാച്ചു കളഞ്ഞു. പകരം മേയറുടെ സഹോദരൻ അരവിന്ദനെ മാത്രം പ്രതിയാക്കിക്കൊണ്ട് ഒരു പെറ്റി കേസിൽ അതങ്ങൊതുക്കി. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നവർ പ്രതികളാകുമ്പോൾ പോലീസിനെ എങ്ങനെ വാലാട്ടി നിൽക്കാൻ കഴിയുമെന്നതിന് ഇതിലും വലിയ തെളിവ് വേറെയില്ല. എന്നാൽ പോലീസ് കാണാത്ത കുറ്റം കോടതിക്ക് കാണാൻ കഴിഞ്ഞു എന്നതാണ് ഇവിടെ യദുവിന്റെ വിജയം. ഈ കേസിൽ ഏറ്റവും വലിയ ക്രിമിനൽ ഗൂഢാലോചന നടക്കുന്നത് CCTV മെമ്മറി കാർഡിലാണ്. സച്ചിൻ ദേവ് MLA ബസ്സിനുള്ളിലേക്ക് കയറി ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയതിന്റെയും അതുപോലെ തന്നെ അസഭ്യം പറഞ്ഞതിന്റെയും ഒക്കെ ദൃശ്യങ്ങൾ ആ കാർഡിൽ ഉണ്ടായിരുന്നു. അത് പുറത്തു വന്നാൽ MLAയുടെ മാന്യത അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ കൂടി MLAയുടെ വിചിത്രമായ മുഖം തകരുമെന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് ആ കാർഡ് അടിച്ചു മാറ്റിയത്. ഇപ്പോൾ ഇത് കോടതിയിൽ നൽകിയ പുതിയ ഹർജിയിൽ പറയുന്നത് കൂടെ ഉണ്ടായിരുന്ന കണ്ടക്ടർ സുബിൻ ഈ യദുവിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി മെമ്മറി കാർഡ് നശിപ്പിച്ചു കളഞ്ഞു എന്നാണ്. സുബിനെ കൂടി പ്രതിയാക്കണമെന്ന് കോടതിയിൽ യദു ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരാൾക്ക് ഒരു തെളിവ് നശിപ്പിക്കണം എന്നുള്ള ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങുന്നുണ്ടെങ്കിൽ അയാൾ അത്രത്തോളം ആ തെളിവിനെ പേടിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. MLA പദവി തെറിക്കുമോ എന്ന ഭയമാണ് ഇവരെ കൊണ്ട് ഈ കൊടും ചതി ചെയ്യിപ്പിച്ചത്. ഈ തെളിവ് നശിപ്പിക്കൽ കേസ് കൂടി തെളിഞ്ഞാൽ മേയറുടെയും സംഘത്തിന്റെ നില പരിങ്ങല്ലാകും. തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം മേയറുടെ കൈകളിൽ എത്തിയത് മുതൽ വിവാദങ്ങൾ ഒഴിയാത്തൊരു നേരമുണ്ടായിട്ടില്ല. അഴിമതിയുടെ ഒരു കൂമ്പാരം തന്നെയാണ് ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. പ്രായത്തിൽ മാത്രമല്ല മിടുക്ക്, അഴിമതികൾ ചെയ്യുന്നതിലും നല്ല ഒന്നാന്തരം മിടുക്കുണ്ട്. അത് BJP ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടിയിട്ടുമുണ്ട്. അതിന്റെ ഫലമായിട്ട് തിരുവനന്തപുരം നഗരസഭയിൽ BJP കരുത്താർജിച്ചതും നഗരസഭ പിടിച്ചെടുത്തതും.
നഗരസഭയിലെ താൽക്കാലിക തസ്തികകളിലേക്ക് പാർട്ടി പ്രവർത്തകരെ തിരികെ കയറ്റാൻ പാർട്ടി സെക്രട്ടറിക്ക് കത്തയച്ച മേയർ ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. പ്രിയപ്പെട്ട സഹാവേ എന്ന് തുടങ്ങുന്ന കത്ത് കേരളം മറന്നിട്ടില്ല. അന്ന് CBI അന്വേഷണം പരന്ന് എത്രയോ നാടകങ്ങളാണ് കോർപ്പറേഷനിൽ നടന്നത്. തിരുവനന്തപുരം നഗരസഭയിലെ നികുതിപ്പണം CPM നേതാക്കൾ മുക്കിയപ്പോൾ പോലും മേയർക്ക് മൗനമായിരുന്നു. ലക്ഷക്കണക്കിന് രൂപയാണ് സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങി പാർട്ടിക്കാർ അടിച്ചു മാറ്റിയത്. BJP ഇത് തെരുവിലിറങ്ങി സമരം ചെയ്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി തെളിവ് സഹിതം കാണിച്ചു. കോടികൾ കേന്ദ്ര സർക്കാർ നൽകിയിട്ടും ഒരു മഴ പെയ്താൽ മുങ്ങുന്ന നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റിയെടുത്തു. ശാസ്തമംഗലത്തും തമ്പാനൂരും വെള്ളം പൊങ്ങുമ്പോൾ മേയർ ഫോട്ടോഷൂട്ട് നടക്കുകയായിരുന്നു. അതുപോലെ തന്നെ വിളപ്പിൽശാല അടക്കം പലയിടത്തും മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ അതിന്റെ കൂടെ നടന്ന ക്രമക്കേടുകൾ BJP തെളിവ് സഹിതം പുറത്തുവിട്ടു. ഈ അഴിമതികളുടെ ഭാരം താങ്ങാൻ വയ്യാതെയാണ് ജനങ്ങൾ ഇടതിനെ പൂർണ്ണമായും ഒഴിവാക്കിയത്. തിരുവനന്തപുരം BJP പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതിന്റെ പ്രധാന കാരണം മേയറമ്മയുടെ അഴിമതി ഭരണം. അതിൽ വലിയൊരു പങ്കുമുണ്ട്. ഓരോ അഴിമതിയും BJP കൃത്യമായി എക്സ്പോസ് ചെയ്ത് കാണിച്ചു. ജനങ്ങൾക്ക് മടുത്തു തുടങ്ങി മേയറെ. മേയർ പദവി എന്തൊരു വലിയ ഉത്തരവാദിത്വമാണ്. പക്ഷെ ആര്യ രാജേന്ദ്രൻ അത് കണ്ടത് തന്റെ അഹങ്കാരം കാണിക്കാനുള്ള ഒരു വേദിയായിട്ടായിരുന്നു. ഒരു KSRTC ഡ്രൈവർ എന്നാൽ സമൂഹത്തിലെ ഏറ്റവും കഠിനാധ്വാനം ചെയ്യുന്ന വിഭാഗത്തിലുള്ള ഒന്നാണ്. അവരെ പരസ്യമായി അവമാനിച്ചാൽ രക്ഷപ്പെടാമെന്ന് കരുതിയവർക്ക് തെറ്റുകയാണിവിടെ സംഭവിച്ചത്. തെറ്റുപറ്റി യദുവിനെതിരെ കള്ളക്കേസുകൾ ചുമത്തി അയാളെ വേട്ടയാടാൻ നോക്കി. ജോലിയിൽ നിന്ന് അയാളെ പിരിച്ചുവിട്ട് അയാളുടെ ജോലി കളയിക്കാൻ നോക്കി. ആ പാവപ്പെട്ടവന്റെ കുടുംബത്തെ പട്ടിണിയിലാക്കാൻ നോക്കി. എങ്കിലും വേണ്ടില്ല, തങ്ങളുടെ ഈഗോ സംരക്ഷിക്കണം എന്നായിരുന്നു മേയറമ്മയുടെ ലയൻ. പക്ഷേ സത്യം എന്നായാലും ജയിക്കും. വെറുമൊരു സിനിമാ ഡയലോഗ് മാത്രമല്ലെന്ന് ഈ കേസ് നമുക്ക് മുന്നിൽ തെളിയിച്ചിരിക്കുകയാണ്. പോലീസിനെ കൊണ്ട് എഴുതി തള്ളിച്ച കേസ് കോടതി പൊടി തട്ടിയെടുക്കുമ്പോൾ ഇവിടെ തോൽക്കുന്നത് മേയറുടെ അഹങ്കാരവും ധാർഷ്ട്യവും ധിക്കാരവും ഒക്കെ തന്നെയാണ്. ജനുവരി 21-ാം തീയതി തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ മേയർക്ക് ഹാജരാകേണ്ടി വരും. മുൻ മേയർക്ക് ഒന്നുകിൽ നേരിട്ട് വരണം, അല്ലെങ്കിൽ അഭിഭാഷകരെ വിടണം. മിക്കവാറും അഭിഭാഷകരെ വിടാനായിരിക്കും മേയർ ഉദ്ദേശിക്കുന്നത്. FIR-ൽ പേരുള്ള എല്ലാവരെയും പ്രതിയാക്കണമെന്ന് യദുവിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചാൽ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവിനും ശിക്ഷയുറപ്പാണ്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് കേസെടുത്താൽ MLA സ്ഥാനത്ത് നിന്നും അതുപോലെ തന്നെ സച്ചിൻ ദേവിനും പുറത്തിറങ്ങേണ്ടി വരും. മേയർക്ക് ഇനി ഒന്നും നഷ്ടപ്പെടാനില്ല. കാരണം മുൻ മേയറായല്ലോ. അഴിമതികൾ കൊണ്ട് നേടിയെടുത്ത പദവികൾ അഹങ്കാരം കൊണ്ട് നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരന്റെ കണ്ണുനീരിന് വലിയ വിലയുണ്ടെന്ന് ഈ സഹാർത്തി തിരിച്ചറിഞ്ഞാൽ നന്നായിരിക്കും. വരും ദിവസങ്ങളിൽ ഇനിയും അത് മനസ്സിലാക്കി കൊടുക്കാൻ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ട്. അത് ഇനി ആര്യയ്ക്ക് മനസ്സിലാകാൻ പോകുന്നതേ ഉള്ളൂ.